പെരുമ്പാവൂർ ലയൺസ് ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി ലയൺ ജോമി പോൾ ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങുകളുടെയും സേവന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം പാസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ ജോസഫ് മനോജ് നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു. പെരുമ്പാവൂർ ലയൺസ് ക്ലബിന് പുതിയ ഭാരവാഹികളായി ലയൺസ് ക്ലബിന്റെ 57ാം വർഷത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലയൺ ജോമി പോളിന്റെയും ടീം അംഗങ്ങളുടെയും സ്ഥാനാരോഹണ ചടങ്ങുകളും സേവന പ്രവർത്തനങ്ങളും പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ ജോസഫ് മനോജ് ഉദ്ഘാടനം ചെയ്തു. വളരെ 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 സന്തോഷം. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരുവാനും നിങ്ങളെല്ലാവരെയും കാണുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഒരവസരം കൂടി സർവേശ്വരൻ തന്നതിന് പ്രത്യേകം നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കൂടുതലൊന്നും തന്നെ സംസാരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഇപ്പോൾ സമയം 8:50 എനിക്ക് തന്നിട്ടുള്ള സമയം 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പൊ സമയം 8:50. നമുക്ക് correct time to തീർക്കുകയും വേണം. First of all, let me call upon Lion Dr. John Joseph PMJF, special invite, Lion Jolly Xavier, membership committee chairman, എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നാൽ മതി. ജസ്റ്റ് NP Raju, director, Eldos PJ, director, engineer George Narieli ഇല്ല, James Matthew, director, Wilson KV, director, Theo Johnson, director, Anil Varghese, director, Aju Varghese, director, Shinny Paul, director, Reena Sam, Dr. Reena Sam, director, Stephen Angam, director, Sijo T. George, director, വിനോദ് PJ. ചടങ്ങിൽ അല്ലപ്ര UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ സമ്മാനിച്ചു. സ്ഥാപക അംഗമായ VA തങ്കച്ചനെയും മുതിർന്ന അംഗങ്ങളായ ഡോക്ടർ ജോൺ ജോസഫ്, MP വർഗീസ്, TV ബേബി എന്നിവരെയും ആദരിച്ചു. പോൾ പൊട്ടക്കൽ, മേഴ്സി ജെയിംസ്, TO ജോൺസൺ, സെക്രട്ടറി സാജു തോമസ്, ഡോക്ടർ ജോൺ ജോസഫ്, MI വർഗീസ് എന്നിവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് ബാഗുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു കൊല്ലം ഭരണം ഏറ്റെടുക്കുമ്പോൾ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നെങ്കിലും ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്ര മനോഹരമായിട്ടൊരു കൊല്ലം അദ്ദേഹം കൊണ്ട് നടന്നു. ഒരു അപശബ്ദമോ ബോർഡിലോ ജനറൽ ബോഡിയിലോ ഉണ്ടായില്ല. അദ്ദേഹം പ്രോജക്റ്റിലേക്കാണ് അദ്ദേഹം മെയിനായിട്ട് കണ്ണൂന്നിയത്. പോയിന്റ്സിന് വേണ്ടി പോയിട്ടില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതിപ്പോൾ ഒരു അംശമേ പറഞ്ഞിട്ടുള്ളൂ. വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. അത് തക്ക തുണയായിട്ട് തന്നെ നമ്മുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. സെക്രട്ടറി ഇപ്പോൾ വിദേശത്താണ്. എല്ലാവരെയും എല്ലാ മീറ്റിങ്ങിനും വിളിച്ചിരുന്നു. അങ്ങനെ അത്രയൊക്കെ അറ്റൻഡൻസ് ഒക്കെ ഉണ്ടായത് അവരുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ്. പിന്നെ നമ്മുടെ മനോജ് കുറേ 6 മാസം ബാങ്കിലെ ട്രാൻസാക്ഷൻ ഒന്നും നടക്കാതിരുന്നപ്പോൾ സ്വന്തം കയ്യിൽ നിന്നും പൈസയൊക്കെ എടുത്ത് അതെല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് ഒരു കൊല്ലം കൊണ്ട് നടന്നു. ഈ സമയത്ത് നിങ്ങളോടായി എനിക്ക് പറയുവാനുള്ള ഈ കഴിഞ്ഞൊരു വർഷക്കാലം എന്ത് ചെയ്തു നമ്മുടെ ക്ലബിന് വേണ്ടി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് അറിയുവാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രസിഡന്റായിട്ട് കടന്നു വരുമ്പോൾ അല്പം ഭയപ്പാടുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഒരു വർഷം എങ്ങനെ കടന്നുപോയി എന്നെനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഓരോരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോ ഒഴുകിപ്പോയതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യമായി ഐരാവരം കോളേജില് ബ്ലഡ് ക്യാമ്പ് തുടങ്ങിയത് മുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലില് അങ്ങനെ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത് തുടക്കം കുറിച്ചപ്പോ ഇത്രയേറെ സക്സസ് ആയി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഈ ക്ലബിന്റെ ഓരോ മെമ്പേഴ്സും
കഠിനാധ്വാനം ചെയ്താണ് ആ പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പലവിധമായ പ്രോജക്റ്റുകളാണ് നമ്മൾ ചെയ്തു തീർത്തത്. 3 വീടുകൾ മുഴുവനായിട്ട് ചെയ്തു കൊടുത്തപ്പോ 4 വീടുകളുടെ മെയിൻ്റനൻസ്, അടുക്കളയില്ലാത്തവർക്ക് അടുക്കള, ഡോറില്ലാത്തവർക്ക് ഡോർ, ടോയ്ലറ്റ് ഇല്ലാത്തവർക്ക് ടോയ്ലറ്റ്, അങ്ങനെ 4-5 വീടുകൾ ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. വീടില്ലാത്ത നിർധനരായ BPL കുടുംബത്തിന് വീടുകൾ നിർമ്മിച്ചു നൽകുക, ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, സൗജന്യ ഡയാലിസിസ് ഡിഫ്രിബില്ലേറ്റർ മെഷീൻ വിതരണം എന്നിവയും ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളാണ്. സ്കൂൾ കുട്ടികളിൽ കാണുന്ന കാഴ്ച പരിമിതികൾ കണ്ടെത്തി തുടർ ചികിത്സകൾ നടത്തുക, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകൾ നടത്തുക എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ലയൺസ് ക്ലബ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടത്തിവരുന്ന വിശപ്പിനു വിരാമം പദ്ധതിയും ഏറെ പേർക്ക് ഗുണകരമാകുമെന്ന് പുതിയ പ്രസിഡന്റ് ലയൺ ജോമി പോൾ മീഡിയ സിറ്റിയോട് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളായ പല അംഗങ്ങളും ഇവിടെ പ്രസിഡന്റായി ചുമതലയേറ്റ കസേരയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടന്മാരുടെ സുഹൃത്തുക്കൾ, എൻ്റെ കോളേജ് മേറ്റ്സ്, ഇവരൊക്കെ അലങ്കരിച്ച കസേര ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. ഞാൻ ഒരിക്കലും ഉഴപ്പാതെ വളരെ ഭംഗിയായി ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകും എന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി ഉറപ്പ് തരികയാണ്. ഒരു കാരണവശാലും ഈ വർഷത്തെ ടീം ഈ വർഷം ഒരു മോശപ്പെട്ട വർഷമാകും എന്ന് കേൾപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ചടങ്ങിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ലയൺസ് പ്രസ്ഥാനത്തിലേക്ക് വരാനുണ്ടായ വ്യക്തിത്വമാണ് എന്നെ ഇൻസ്റ്റാൾ ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഞാനാണ്. അന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അദ്ദേഹം അതിന് മുൻകൂട്ടി പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ വന്നാലും ആ പ്രസ്ഥാനത്തെ പറ്റി ആദ്യം പഠിച്ചു തുടങ്ങിയാണ് വരികയുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ 1970 ഈ ക്ലബ്ബ് സ്ഥാപിതമായപ്പോൾ ആരും പറഞ്ഞു ഇപ്പോ ആരും തന്നെ പ്രസ്ഥാനത്തിലില്ല എന്നാണ് എനിക്ക് ആദ്യം കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ എന്റെ ഏറ്റവും ഞാൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന, ഞാൻ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഓരോ പോസ്റ്റിലും, അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യ ഏരിയ പ്രസിഡന്റ് വരെ ആയ സമയത്തും എന്നെയും ഈ ഡോക്ടർ ജോസഫ് മനോജിനെയും ഇടത്തും വലത്തും നിർത്തി ഞങ്ങളെ കൊണ്ടുനടന്ന് ഞങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്തുള്ള VA തങ്കച്ചൻ ചേട്ടൻ ഇതിന്റെ ചാർട്ടർ മെമ്പറാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി എനിക്ക് ഇതിന് ഉണ്ടായത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങളോട് മുമ്പിൽ ഞാൻ അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.